എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഓണമായിട്ട് ഓണക്കോടിയാന്നല്ലോ പ്രധാനം. അപ്പം നമുക്ക് ഓണക്കോടി എടുക്കാൻ പോയാലോ? എങ്ങനെ ബാ, ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയാ. അമൃതേശ് ഉണ്ട്, അഞ്ജലി ഉണ്ട്, ജിഞ്ചലി ഉണ്ട്. അപ്പം നമുക്ക് നേരെ കൊട്ടിയത്ത് ഏറ്റവും കൂടുതലും ആൾക്കാർ വരുന്ന സ്ഥലമുണ്ട്, കൊട്ടിയം സിംല. ഇവിടെ കൊടുക്കത്തതായിരിക്കും, ഇവിടെ നിൽക്കാൻ സ്ഥലമില്ല. അപ്പം അവിടെ ആയിരിക്കും എല്ലാവരും. ഓണം ആയാലും ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയാലും എന്തായാലും അവിടെ ആയിരിക്കും എല്ലാവർക്കും. ഡ്രസ്സായാലും എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ അവിടെ, എല്ലാ ഐറ്റംസും ഉണ്ട്. അങ്ങോട്ട് കയറിയാൽ മതി, ഫുള്ള് കാര്യങ്ങളും. ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളായാലും ഡ്രസ്സായാലും എല്ലാ കൊല്ലംകാര മാള് മെയിനായിട്ട് പറയുകയാണെങ്കിൽ. സിംല എന്ന് പറയുന്നത് എവിടെ ചോദിച്ചാലും അറിയാം അല്ലേ? കൊല്ലം ജില്ലയിൽ ആര് ചോദിച്ചാലും അറിയാം സിംല. അപ്പം നമ്മൾ അങ്ങോട്ടായിരിക്കും പോകുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ഓണക്കോടി എടുക്കണം. നമ്മുടെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനത്തിൽ നിന്ന് നമ്മൾ എല്ലാവർക്കും ഒരു ഓണക്കോടി എടുത്ത് കൊടുക്കണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് വേണ്ടി നമ്മൾ നേരെ സിംലയിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് കൊട്ടിയത്ത് എന്ന് കഴിഞ്ഞാൽ സിംല ടെക്സ്റ്റൈൽസ് ഒക്കെ ആരും കാണത്തില്ല അല്ലേ? പക്ഷെ അതിപ്പം മൊത്തം ഡെവലപ്പ് ആക്കി. ബാക്കിലോട്ട് ഒരു പുതിയ ബിൽഡിംഗ് ഒക്കെ തുടങ്ങി. ഉദ്ഘാടനം ഇല്ല, കഴിഞ്ഞിട്ടില്ല. പണി കഴിഞ്ഞില്ലല്ലോ അല്ലേ? ഇല്ല, പണി കഴിഞ്ഞില്ല. എങ്ങനെയാണോ ഓണത്തിന്റെ പരിപാടി? എന്തുവാ നിനക്ക്? ഇന്നലെ ലാബിലെ പരിപാടിയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നത്? ചെറിയ പരിപാടി, വലിയ പരിപാടികളൊന്നുമില്ല. നമ്മളെ മെയിൻ ബ്രാഞ്ചില് ഇന്നായിരുന്നു. നമ്മളെ ലാബിൽ നിന്ന് ആരും പോയില്ല. ഞാൻ കാറിൽ ഇരുന്ന് മൊബൈൽ യൂസ് ചെയ്യത്തില്ല. എനിക്ക് മറ്റേ ടെൻഡൻസി വരും, ഛർദില്. ഓണത്തെ പറ്റി 2 വാക്ക് സംസാരിക്കാൻ നിന്നെ ഞാൻ ഏൽപ്പിക്കാം. അയ്യോ, ഛർദില് എനിക്ക് ആ ടെൻഡൻസി ഉണ്ട്. ഞാൻ സ്ക്രീനിൽ പോലും നോക്കാത്ത. പണ്ട് സമയത്തൊക്കെ ഇപ്പൊ എല്ലാവർക്കും നിനക്കൊക്കെ കിട്ടി കാണുമല്ലോ പണ്ടത്തെ ഒരു നമ്മുടെ അമ്മയുടെ വീട്ടിലൊക്കെ പോകുന്ന, അച്ഛന്റെ വീട്ടിലൊക്കെ പോകുന്ന ഒരു ഓണം ഉണ്ടല്ലോ. എല്ലാവരും ഇവിടെ ചെന്ന് അവിടെ ചെന്ന് തള്ളി മറിച്ച് അതിന് ഊഞ്ഞാലൊക്കെ കെട്ടി, അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നില്ല. ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ ചിങ്ങം തുടങ്ങുമ്പോഴത്തേക്ക് മറ്റേ പൊടിപ്പിക്കാനായാലും അല്ലേ, എല്ലായിടത്തും ഉണക്കി പൊടിപ്പിക്കാനായാലും എല്ലാത്തിനായാലും എല്ലാ വീട്ടിലും ഭയങ്കര ഓണത്തെ വരവേൽക്കുമായിരുന്നു പണ്ട്. വൃത്തിയാക്കി അടിച്ച് കഴുകാൻ തുടങ്ങുക. മെയിനായിട്ട് അത്തപ്പൂക്കളം ചിങ്ങം 1 ഇടൂന്ന് പറഞ്ഞ ഇടുന്നവരുണ്ട് ഇവിടെ. ചാണകം മെഴുകിയിട്ടുള്ള ചിങ്ങം 1 ഒരു കാര്യമുണ്ട്. എന്റെ അടുത്ത് ഒരാള് പറഞ്ഞതാ, ചിങ്ങം 1 എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ അവള് അത്തപ്പൂക്കളം ഇട്ടിരിക്കും. എന്നിട്ട് ചിങ്ങം 1 ഞാൻ അവിടെ അത്തപ്പൂക്കളം പോയിട്ട് തേങ്ങയില്ല. ചിങ്ങം 1 ഇവിടെ 10 മണിക്ക് എഴുന്നേറ്റ് വീട്ടിൽ നിന്ന്. എന്റെ രാവിലെ എഴുന്നേറ്റ് 6 മണിക്ക് കുളിച്ചു ഒരുങ്ങി ചിങ്ങം 1 അത്തപ്പൂക്കളം ഇടുമെന്ന് പറഞ്ഞ. ഞാൻ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് 10:30 അതിന് വീട്ടിൽ ചെന്നപ്പോ. അപ്പം നോക്കിയാൽ ഇവളിങ്ങനെ പയ്യെ ഉറക്കം എഴുന്നേറ്റ് ഇരുന്ന് കണ്ണൊക്കെ ചൊറിഞ്ഞ്. ഓണത്തെ പറ്റി എന്താ പറയാ? എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത, ഏറ്റവും കൂടുതൽ മിസ് ചെയ്തില്ല, ഇഷ്ടപ്പെട്ട ഓണം എന്നായിരുന്നു? ഏത് വർഷമായിരുന്നു? ഓർമ്മയില്ല. എല്ലാ ഓണം നല്ലായിരുന്നു. മറ്റേ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് നല്ലായിരുന്നു അല്ല? അതിന് ശേഷം പിന്നെ നമുക്ക് വലിയ നല്ല ഓണമൊന്നും കിട്ടിയിട്ടില്ല അല്ലേ? ഓണം പരിപാടി ആയാലും എല്ലാം ലാഗായി. ഇപ്പൊ സത്യം പറഞ്ഞ റീൽസ് കാണാൻ വയ്യ. തുറന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഓരോ കോളേജിലെയും സ്കൂളിലെയൊക്കെ പ്രോഗ്രാം. എന്ത് പരിപാടി, കാശുകാരി എറിയ പിള്ളേര് കോളേജിലേക്ക്. കിടിലം പരിപാടികളൊക്കെ. ഞങ്ങൾക്കൊക്കെ ഓണപരിപാടി, എനിക്ക് +2 പോലും ഓണപരിപാടി കിട്ടിയില്ല. 10ാം ക്ലാസ്സിൽ അങ്ങോട്ട് ഓണപരിപാടി കിട്ടിയതാ. +2 കിട്ടിയില്ല. ITക്ക് ഓണപരിപാടി കിട്ടിയില്ല. പിന്നെ നമ്മളെ ബാച്ചല്ല, ഞങ്ങളെല്ലാം കൊറോണ കൊണ്ടുപോയി ഗൈസ്. നമ്മള് കൊറോണ ബാച്ച് ആയി പോയല്ല. TTCയിൽ ഞാൻ പോയപ്പോ ഓണപരിപാടി വെച്ച്, പക്ഷെ ഞാൻ പോയില്ല. ഞാൻ വേറെന്തോ ഇതിന് പോയി, വേറെ പരിപാടിക്ക് പോയി. അങ്ങനല്ല, നോ ഡ്രിങ്ക്. ഗുഡ് ബോയ്, സ്വച്ഛ് ഭാരത്. അഞ്ചരക്ക് ചിരിയായിരുന്നു ഗൈസ്. എന്തൊക്കെ ആലോചിച്ചെന്ന്. പക്ഷെ നമ്മള് എന്ത് പറയാനേ, എന്തേലും ആവട്ടെ, ഒന്നും പറയല്ല ഗൈസ്. ഞാൻ അവിടെ ബാക്കി അപ്ഡേറ്റ് എല്ലാം കടയിൽ ചെന്നിട്ട്. ഓക്കെ ഗൈസ്, നമുക്ക് കാറെല്ലാം പാർക്ക് ചെയ്ത് നേരെ ഷോപ്പിലോട്ട് പോകാം. ഇപ്പൊ പഴയ പാർക്കിംഗ് ഒന്നും അല്ല, അവിടെ റോഡിലൊന്നും വണ്ടി ഇടാൻ പറ്റത്തില്ല. ഇവിടെ കൊണ്ടുവന്നാണ്ട് ഇവിടെ പാർക്ക് ചെയ്യണ്ടേ. നമ്മളെ ചോദിക്കുന്നു. നമുക്ക് നേരെ പോയി ഡ്രസ് എടുക്കാം. കമോൺ.
ആരും അളവും കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്താ മോനെ ഉറങ്ങുന്നോ? നീ എന്ത് വണ്ടിക്ക് തരുന്ന ഛർദിക്കുന്നൊക്കെ പറഞ്ഞേ? ഓക്കെ, ഇനി ഇവിടുന്ന് കുറച്ച് വെച്ചേക്ക് ഭയങ്കര നോയ്സ് ആയിരിക്കും, അതുകൊണ്ട് ബാക്കി ഷോപ്പിൽ ചെന്നിട്ടെടുക്കാം. ഇതെല്ലാം 40K വെയിറ്റിംഗ്. ഇവിടെ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്രൗഡിലാണ് നമ്മള് ഫുള്ള് ക്രൗഡിലാണ്. നമ്മള് സിംലയ്ക്കകത്ത് കയറി ഗൈസ്. കേൾക്കാൻ പറ്റുമോ അറിയത്തില്ല, നമ്മുടെ ഫുള്ള് ക്രൗഡാ. അവരിവിടെ നിന്ന് നോക്ക്, ഡ്രസ് ഇവിടെ തിരക്കാരൻ നിൽക്കാൻ വയ്യ. ഭയങ്കര തിരക്ക്. ആൾക്കാർക്ക് ബാക്കിന്റെ ക്യാമറ ഓണാക്കി ബ്രോ ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ എടുത്തിട്ടില്ലേ? എനിക്കെടുക്കണ്ടേ? ഇവിടെ ഉരുകിപ്പോയി ഗൈസ്. ഇവിടെ എന്നെ കുഴപ്പിക്കുന്നു ഗൈസ്. നമ്മളിവിടെ ഷോപ്പിംഗ് കഴിയാറായി ഒരുവിധം. ഇതൊരു പാക്കറ്റ്, ഇതൊരു വേറെ ഇത് അവൻ്റെ കേട്ടോ, സെപ്പറേറ്റ് അവനെടുത്ത്. ഞങ്ങളുടെ വലിയൊരു ചാക്കും കൊണ്ട് 5 രൂപ വരും. ബില്ല് ചെയ്യാൻ പോയേക്കാം. പക്ഷെ ഇവിടെ വെട്ടം കുറവാണ് കേട്ടോ, ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ അന്യ തിരക്ക്. ഇവിടെ ചൂടുണ്ട്, തിരക്കിൻ്റെ നല്ല ചൂടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം, നേരെ കാറിൽ പോയിട്ട്. ഓക്കെ, എന്തോ അഞ്ജലി ഇത് ഒന്ന് കാണിച്ചേ. ഓ മൈ ഗോഡ്, എല്ലാവർക്കും ഉള്ളതുണ്ടോ? നമ്മുടെ അങ്ങോട്ട് ഇപ്പം ഒരു അത് വേണ്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് എഴുതുന്ന വഴിയാണ് ബ്രോ. നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചിട്ട് കല്യാണം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കല്യാണത്തിന് പോകാൻ പോകുന്ന അമൃതേഷ്. എല്ലാരെയും വിളിച്ച് ചോദിക്കുക, ഇവിടെ നിന്നെ വിളിച്ചോടാ, നമുക്ക് ഇനിയിപ്പം ഇതെല്ലാം സെപ്പറേറ്റ് ആക്കണം, എല്ലാവർക്കും ഉള്ളതൊന്ന് മാറ്റണം, അല്ലെങ്കിൽ നമുക്ക് അടിയാവും. വലിയ ഞാൻ കുഴഞ്ഞു പോകും. വണ്ടിക്കകത്ത് കയറിയിട്ട് നമുക്ക് മാറ്റാം. നമ്മളെ വണ്ടി കിടക്കണം, ഇത് വണ്ടി കഴുകാൻ കൊടുക്കണം. നാളെ വണ്ടി നമ്മൾ കഴുകാൻ കൊടുക്കുന്ന വീടിനകത്ത് കാണും കേട്ടോ. ഓക്കെ ബൈ. അപ്പം നമ്മൾ കാറിൽ കയറി, കാറിൽ കയറി ഇനിയിപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എല്ലാവരും കൊടുക്കേണ്ട സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് ഒന്ന് മാറ്റാം. ഓക്കെ, ഇതിനകത്ത് അമ്മയുടെ സാരിയും വീട്ടിൽ 2 അമ്മ സാരിയാ, ഒരു സാരി ഇങ്ങനെ മാറ്റട്ടെ. ഒരു സാരി എടുത്ത് മാറ്റിയിട്ട് നിന്റെ ഒരു കവറിലാക്കാം, എന്നിട്ട് ഒരു ഇത് മാത്രം തന്നാൽ മതി. അത് ഞങ്ങളുടെ അമ്മയുടെ അല്ലേ? ആണ് അത് തന്നെ, അത് കവറിനകത്താക്കി. അത് നിങ്ങളുടെ അമ്മയ്ക്ക് പാക്കറ്റ് പോയി ഇതിനകത്താക്കി. ഞങ്ങളുടെ അമ്മയ്ക്ക് പാക്കറ്റ് പോയി, നിങ്ങൾ ഇതിലൂടെ കവർ കൊണ്ടുപോകും. പറഞ്ഞ ഇത് അമ്മൂമ്മയ്ക്കല്ലേ? ഞങ്ങളുടെ അമ്മൂമ്മയ്ക്ക് മാറ്റി, വേറെ സെപ്പറേറ്റാ. വേണ്ട അങ്ങനെ വേണ്ട, ഞാൻ അത് മാറ്റി അല്ലാണ്ട് വയ്ക്കുക. അമൃതേശ് കിളി പോയിരിക്കും. എനിക്ക് കല്യാണം ഉണ്ട്, നല്ല വാതിൽ എന്ന് പറയും. കല്യാണം കഴിഞ്ഞിട്ട് വൈകിട്ട് വെട്ടം കുറവുണ്ടല്ലേ? നല്ലത് മറ്റേ പൊന്ന്, എന്റെ പൊന്നോ, ആ പൊന്ന്. നമ്മളൊന്നൊരു ടെക്സ്റ്റൈൽസ് തുടങ്ങാൻ പോകുന്നു ഗൈസ്. അടിച്ചിട്ട് മറിച്ച് ത്രിഫ്റ്റ് ആയിട്ടോന്നും പറഞ്ഞു. ഇത് നിങ്ങളെ വീട്ടിലെ ബെഡ്ഷീറ്റ്. ഈ നമ്മൾ എവിടെയെങ്കിലും പോവാൻ നിൽക്കുമ്പം നമ്മൾ ദയവ് ചെയ്ത് ഞങ്ങളുടെ നമ്മുടെ അമ്മമാരുടെ അടുത്തൊന്നും ചോദിക്കരുത് ഡ്രസ്സ് എടുക്കാൻ പോണേ. അപ്പോഴേ വീട്ടില് ബെഡ്ഷീറ്റ്, തലേണറ, വേറെ മെനുകൾ വരും, വേറെ കുറെ മെനുകൾ വന്നോണ്ടിരിക്കും. അതുകൊണ്ട് അത് കൊള്ളാം കേട്ടോ. അതുകൊണ്ട് ഇതിന്റെ മേളിൽ നോക്കി ഫോൺ. ഹാപ്പി ഓണം. എനിക്ക് എന്റേതാണ്. പിന്നെ കാണിച്ചു തരാം, ഡ്രസ് ഇടുമ്പോ കാണിച്ചു തരാം. നിന്റെ അമ്മ ഒരു കവറിലാക്ക്. ഹാപ്പി ഓണം. ഇത് നിനക്ക് സെറ്റ് വേണോ?
അത് സോറി ഗൈസ്, അവന് ഷർട്ട് വേണം ചോദിക്കാത്തതിന് മെയിൻ റീസൺ അവന് നമ്മൾ വേറെ ചിലവുകളാണ് കേട്ടോ. നാളെ ചോറ് തരുമെന്ന്. അതുകൊണ്ട് നാളെ നമുക്ക് വേറെ ഫുഡ് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് പിന്നെ ഇവർക്ക് എല്ലാവർക്കും വേറെ സെപ്പറേറ്റ്. ഇത് ഞങ്ങളുടെ ഫാമിലി പരമായിട്ടുള്ള സംഭവങ്ങളാണ്, അതുകൊണ്ടാണ്. അല്ല, ഫാമിലി, എന്റെ ഫാമിലി കൊടുക്കാൻ. പച്ച ഷർട്ടല്ലടാ നിൽക്കുന്നാണ്ടാ. ഇതിന് അത് കീറിയേ. ഇത് അവിനാശൻ, ഇത് അവിനാശൻ, ഇത് അവിനാശൻ. അവിനാശിന് ആദ്യം ഒരു ഒരെണ്ണം തരും. അവിനാശിന് നിന്റെ അനിയന്റെ മാത്രം നിന്റെ അങ്ങ് എടുത്തിട്ട് കവറിലോട്ട് മാറ്റും. അതാണോ? അതല്ലേ ഇത് എന്റെ തന്നെയാണോ എനിക്കെടുത്ത് തന്നെ? മണ്ഡപത്തിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് തരും. നിന്റെ അനിയന്റെ എടുത്തോ? എന്ത്? ആ, ഇതാരുടെ? അച്ഛന്റെ. ഇത് എന്റെ. അല്ല, ഞങ്ങൾ എല്ലായിടത്തുള്ളതല്ലേ ഗായ്സ്. നമ്മള് ഒരുപാട് തുണി എടുത്തെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. ആർക്കൊക്കെ എന്തോ കൊടുക്കണം അറിയാൻ വെച്ചിരിക്കാൻ ഞാൻ നമ്മളെ വീട്ടിൽ ചെന്നിട്ട് ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അയ്യോ, ബെഡ്ഷീറ്റ് ഇത് നിങ്ങളുടെ തന്നെ എടുത്തോ? എടുത്തോ? ഓക്കെ. നമുക്ക് എന്തോ വെള്ളം കുടിക്കാൻ എന്തോ അതെന്തോടാ ഞങ്ങൾക്ക് കല്യാണം. ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. നാട്ടിലെല്ലാരും അടുത്തും വിളിച്ചു ചോദിക്കുകയാണ്, കല്യാണം വിളിച്ചോടാ. എനിക്കൊരു കൂട്ടിന് രാവിലെ തൊട്ട് പട്ടിണി ഇരിക്കുന്നത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വൈകിട്ട് തിന്നെ ഈ ഇവൻ വരുന്ന കല്യാണം വീട്ടിലെ ആൾക്കാരെ ശ്രദ്ധയ്ക്ക് പ്രത്യേകം നോട്ട് ചെയ്തേക്ക. ഇവൻ എത്രത്തോളം കഴിക്കും നമുക്ക് അറിയാൻ വേണ്ടിട്ടാണ്. ഞാൻ പൊതിച്ചോണ്ട് നമുക്കത് പോവാം ഗൈസ്. എല്ലാം ഓക്കെ ആയില്ലേ? ബൈ. നമുക്ക് ഇനി അടുത്ത ഇവിടെ വെള്ളം വേണ്ടേ? ഫുഡ് കഴിക്കാം. ആ ശരി.